ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്നുമന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവകൃപയാൽ ഒരു ദിവസം കൂടെ ദൈവം നമുക്ക് തന്നതിനായി ദൈവത്തിന് സ്തോത്രം. ദൈവത്തിരുനാമത്തിന് മഹത്വം. ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായിരിക്കുന്ന ദൈവം ഇന്നലകളിലെ ജീവിതങ്ങളിൽ ഭക്തന്മാർക്ക് സംഭവിച്ചതായ കാര്യങ്ങളെ, ഭൂതകാലത്തിലെ ഓരോ കാര്യങ്ങളെയും, അത് ജീവിതാനുഭവങ്ങളെ എഴുതി വച്ചിരിക്കുന്നതാണ് സങ്കീർത്തനമെന്ന് പറയുന്നത്. അതിൽ വന്നതായ അപകടങ്ങളെയും അനർത്ഥങ്ങളെയും തരണം ചെയ്യുകയും അതിനെ ജയകരമായി മാറ്റി തീർക്കുകയും ചെയ്ത ദൈവിക അനുഭവങ്ങൾ അതെല്ലാം സങ്കീർത്തനത്തിൽ ഇങ്ങനെ വരികയാണ്. മാത്രമല്ല, ചില സങ്കീർത്തനങ്ങൾ പ്രവചനപരമാണ്, പ്രവചനാത്മകമാണ്, പ്രവചനത്തെ ഉൾക്കൊണ്ടിട്ടുള്ള സങ്കീർത്തനങ്ങളാണ്. അത് മിക്കതും കർത്താവായ യേശുക്രിസ്തുവിലേക്ക് നയിക്കുന്നതും യേശുക്രിസ്തുവിൽ പൂർത്തീകരിക്കപ്പെടുന്നതുമായ സങ്കീർത്തനങ്ങൾ. അതാണ് എമ്മോസിലേക്ക് പോയ ശിഷ്യന്മാരോട് ചേർന്ന് നടന്നപ്പോൾ കർത്താവ് ന്യായപ്രമാണങ്ങളിലും സങ്കീർത്തനങ്ങളിലും തന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്ന വിവരിച്ചു കൊടുത്തു എന്ന് പറയുന്നുണ്ട്. അപ്പം സങ്കീർത്തനങ്ങളിലും തന്നെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. മെസ്സിയാനിക് സാംസ് എന്ന് പറയുന്ന, മശിഹാ സങ്കീർത്തനം എന്ന് പറയുന്ന സങ്കീർത്തനങ്ങൾ. ഇവിടെ നമ്മൾ ഇന്ന് 75-ാമത്തെ സങ്കീർത്തനത്തിലേക്ക് വന്നിരിക്കുകയാണ്. 74-ാം സങ്കീർത്തനം ഒരു പരാജയത്തിൻ്റെ ഒക്കെ ഒരു സങ്കീർത്തനമാണ്. മന്ദിരങ്ങൾ നശിപ്പിക്കപ്പെടുന്നു, ദുഷ്ടന്മാരെല്ലാവരും ആക്രമണത്തിന് ഉത്സുകരായി ഇറങ്ങുന്നു. അങ്ങനെ എല്ലാം അസ്തമിച്ചു പോയ ഒരു പ്രതീക്ഷകളെല്ലാം മങ്ങിപ്പോയ ഒരു ചിത്രമാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ഒരു ഭംഗിപ്പോയൊരു ചിത്രം, എല്ലാം വികൃതമായി പോയ ഒരു വിരൂപമായി പോയൊരു ചിത്രം കാണാൻ സാധിക്കും. എന്നാൽ 75-ാമത്തെ സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ അത് ഭാവം മാറുകയാണ്. ഇവിടെ സ്തോത്രത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒരനുഭവത്തിലേക്ക് സങ്കീർത്തകൻ വരികയാണ്. അതുകൊണ്ടാണ് ജീവിത സാഹചര്യങ്ങൾ മാറി മാറി വരും, പക്ഷെ ദൈവം മാറ്റമില്ലാത്തവനായി ഇന്നും തുടരുന്നു. ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്ക് ഒരു നാളും മാറ്റമില്ല. അവിടുന്ന് വിശ്വസ്തനായി ഇന്നും വിശ്വസ്തനായിരിക്കുന്നു. അതുകൊണ്ട് സാഹചര്യങ്ങളെ നോക്കിയല്ല, അതിനെ ദൈവത്തിങ്കിലേക്ക് നോക്കി ദൈവത്തോട് കൂടെ അതിനെ തരണം ചെയ്യുന്നതാണ് നമ്മുടെ വിജയമെന്ന് പറയുന്നത്. അപ്പ് ആൻഡ് ഡൗൺസ് എന്ന് പറയും. ഉയർച്ച താഴ്ചകൾ ഓരോ ജീവിതത്തിലുമുണ്ട്. രാവും പകലുമുണ്ട്, ഇരുട്ടും വെളിച്ചവുമുണ്ട്, വേനലും വർഷവുമുണ്ട്, അല്ലേ? എല്ലാമുണ്ട്. എല്ലാം സമ്മിശ്രമാണ് ലോക ജീവിതത്തിൽ തന്നെ. ഒരു വാഹനം എടുത്താൽ അതിനകത്ത് ആക്സിലേറ്ററുണ്ട്, സ്പീഡ് കൂട്ടാനുള്ളതാണ്, ബ്രേക്കുണ്ട്, അത് ചവിട്ടാനുള്ളതാണ്, സ്ലോ ചെയ്യാനുള്ളതാണ്. അങ്ങനെ എല്ലാം സമ്മിശ്രമായിട്ട് ക്രമീകരിക്കപ്പെട്ട ഒരു ജീവിതമാണ്. ജീവിതത്തിൽ അതുപോലെ തന്നെ. അപ്പം അത് നമ്മൾ അറിഞ്ഞുകൊണ്ട് വേണം നമ്മൾ മുമ്പോട്ട് ഓരോന്നും ഫേസ് ചെയ്യാൻ, അല്ലേ? നല്ലത് വരുമ്പോഴും അതിൽ അമിതമായി ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കുവാനും, അമിതമായി ആഹ്ലാദിക്കാതെ, ഉയർച്ചയോടും അമിതമായി ആഹ്ലാദിക്കാതെ ദൈവിക നന്മയിൽ, ദൈവത്തിൻ്റെ കൃപയിൽ നമുക്ക് ആശ്രയിക്കാൻ നമുക്ക് സാധിക്കണം. പ്രതിസന്ധികൾ വരുമ്പോൾ അതിൽ നിരാശരായി താണുപോകാതെ ദൈവകൃപയിൽ ആശ്രയിച്ച് ദൈവകരങ്ങളിലേക്ക് അത് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് മുന്നേറുവാനായിട്ട് സാധിക്കണം. ഇവിടെ 75-ാമത്തെ സങ്കീർത്തനത്തിലേക്ക് വന്നിരിക്കുകയാണ്. 10 വാക്യങ്ങൾ മാത്രമുള്ളതായ ഒരു സങ്കീർത്തനം. ഇതും ആസാഫിൻ്റെ തന്നെ സങ്കീർത്തനമാണ്. നമ്മൾ ചിന്തിച്ചതുപോലെ 73 മുതൽ 83 വരെയുള്ള സങ്കീർത്തനങ്ങൾ, പിന്നെ 50-ാമത്തെ സങ്കീർത്തനമാണ് ആസാഫിൻ്റെ സങ്കീർത്തനം എന്ന് പറയുന്നത്. ആസാഫ് ഒരു ചീഫ് മ്യൂസിഷ്യനായിരുന്നു. 3 പേരായിരുന്നു പ്രധാനപ്പെട്ടുണ്ടായിരുന്നത്. ദാവീദ് നിയോഗിച്ച മ്യൂസിക്കൽ ഒരു വർഷിപ്പ് ടീം എന്ന് വേണമെങ്കിൽ പറയാം. അതിൽ 3 പേരാണ് പ്രധാനമായിട്ട്. അതായത് ആസാഫരാണ്, വേറെ 2 പേരും കൂടി ചേർന്ന് അവരുടെ സങ്കീർത്തനങ്ങൾ ഓരോന്നായിട്ട് വരുന്നുണ്ട്. ഹേമാനും എസ്രാഹിനായ ഹേമാൻ, അത് 88-ാമത്തെ സങ്കീർത്തനം. ഹേമാനും പിന്നെ 89 എസ്രാഹിനായ ഏഥാൻ്റെ ഒരു ധ്യാനം. ഇവർ 3 പേര്, ആസാഫ്, പിന്നെ ഹേമാൻ, ഏഥാൻ, ഇവർ 3 പേരുമായിരുന്നു മ്യൂസിഷ്യൻസ് ചീഫായിട്ടുണ്ടായിരുന്നു, അവരെ നേതൃത്വം നൽകിയിരുന്നവർ. ഇവിടെ നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് ആസാഫിൻ്റെ തന്നെ സങ്കീർത്തനമാണ്. ഇവിടെ പറയുന്നത്, ദൈവമേ, ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു, ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു, നിൻ്റെ നാമം അടുത്തിരിക്കുന്നു, ഞങ്ങൾ നിൻ്റെ അതിശയ പ്രവൃത്തികളെ ഘോഷിക്കുന്നു. സമയം വരുമ്പോൾ ഞാൻ നേരോടെ വിധിക്കും. ഭൂമിയും അതിലെ സകല നിവാസികളും ഒരുക്കിപ്പോകുമ്പോൾ ഞാൻ അതിൻ്റെ തൂണുകൾ ഉറപ്പിക്കുന്നു. ഇവിടെ
ഒന്നാമത്തേൽ പറയുകയാണ് ദൈവത്തെ സ്തോത്രം ചെയ്യുകയാണ്. ദൈവത്തിൻ്റെ നാമം അടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ദൈവം സമീപസ്ഥനാണെന്നുള്ളതാണ്. ദൂരസ്ഥനായ ദൈവം മാത്രമല്ല, സമീപസ്ഥനായ ദൈവം കൂടെയാണ്. പഴയ നിയമത്തിലെല്ലാം ഔട്ടർ പ്രസൻസ് ആണ് എങ്കിൽ പുറമേ വരുന്നു, അവരിൽ ഇറങ്ങി വരുന്നു ദൈവം. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഇന്നർ സെൻസാണ്, ആന്തരികമായ സാന്നിധ്യബോധമാണ് നമുക്കുള്ളത്. പുറമേ പ്രത്യക്ഷമായ വലിയ ഇസ്രായേൽ ജനത്തെ നടത്തിയതുപോലെ അഗ്നിസ്തംഭവും മേഘത്തൂണും ഒന്നും പ്രത്യക്ഷമായി കാണുന്നില്ലെങ്കിലും ആന്തരികമായി ഇതിൻ്റെ എല്ലാം മറ്റൊരു അനുഭവം നമുക്ക് ലഭ്യമാകുന്നുണ്ട്. ഇന്നർ എക്സ്പീരിയൻസ്, ആന്തരികമായ അനുഭവത്തിൽ കൂടെ നമുക്ക് ദൈവകൃപകളും എല്ലാം രുചിച്ചറിയാൻ സാധിക്കുന്നു. ജീവൻ്റെ അപ്പമാണ് യേശു എന്ന് പറയുമ്പോൾ അവനെ ഭക്ഷിക്കാൻ സാധിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ആ ചൂട് നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നു. ആ ഇളം തെന്നൽ നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നു. എല്ലാം അനുഭവവേദ്യമാണ്. ദൈവം നമുക്ക് ആലോചന പറഞ്ഞു തരുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ദൈവാത്മാവ് നടത്തുന്നവർ ദൈവത്തിൻ്റെ മക്കളെന്ന് ലേഖനത്തിൽ പറയുമ്പോൾ നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയാണ്. ഇവിടെ പറയാം, ദൈവം അടുത്തിരിക്കുന്നു എന്ന് പറയുന്നത്. സമയം വരുമ്പോൾ ഞാൻ നേരോടെ വിധിക്കും, ഭൂമിയിൽ അതിലെ നിവാസികൾ ഒരുങ്ങിപ്പോകുമ്പോൾ ഞാൻ ഇതിൻ്റെ തൂണുകൾ ഉറപ്പിക്കുന്നു. അടുത്ത് പറയാന്ന്, ഡംബം കാട്ടരുതെന്ന് ഡംഭികളോടും കൊമ്പ് ഉയർത്തരുതെന്ന് ഉച്ചന്മാരോടും ഞാൻ പറയുന്നു. നിങ്ങളുടെ കൊമ്പ് മേലോട്ട് ഉയർത്തരുത്, ശാഠ്യത്തോടെ സംസാരിക്കുകയുമരുത്. കിഴക്കിൽ നിന്നല്ല പടിഞ്ഞാറ് നിന്നുമല്ല തെക്കു നിന്നുമല്ല ഉയർച്ച വരുന്നത്. ദൈവം ന്യായാധിപതിയാകുന്നു, അവൻ ഒരുത്തനെ താഴ്ത്തുകയും മറ്റൊരുത്തനെ ഉയർത്തുകയും ചെയ്യുന്നു. ഇവിടെ പറയുക, ഡംബം കാട്ടരുതെന്ന് ഡംഭികളോടും കൊമ്പ് ഉയർത്തുന്ന ദുഷ്ടന്മാരോടും പറയും. അതായത് നമ്മുടെ സംസാരമെല്ലാം അത് ഡമ്പ് കലർന്നത്, അല്ലെങ്കിൽ ഡമ്പ് പറയുക എന്ന് പറയുന്നതാണ്. ഉന്നത ഭാവത്തോടെ സംസാരിക്കുക. പക്ഷേ നമുക്ക് എപ്പോഴും ഒരു എളിമ വേണം. ദൈവകൃപ ദൈവം എനിക്ക് തന്നു, എല്ലാം ദൈവത്തിൻ്റെ കൃപയാണ്. ഒന്നിലും പുകയിടയാകരുത്. ആരോഗ്യത്തിൽ, ജ്ഞാനത്തിൽ, പാരമ്പര്യത്തിൽ, സമ്പത്തിൽ ഒന്നിലും ആശ്രയിക്കാനില്ല. അതെല്ലാം ക്ഷണികമാണ്, അതെല്ലാം നശ്വരങ്ങളാണ്. പ്രശംസിക്കുന്നവൻ ദൈവത്തെ പ്രശംസിക്കട്ടെ എന്ന് പറയുന്നത്. പൗലോസ് അപ്പോസ്തലൻ പറയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശിലല്ലാതെ എനിക്ക് പ്രശംസിക്കാൻ ഇവിടെ വരരുത്. പ്രശംസിക്കാൻ എന്തെല്ലാം ഉണ്ടായിരുന്ന വ്യക്തിയാണ് പൗലോസ് അപ്പോസ്തലൻ. ശൗലായിരുന്ന സമയം എന്തെല്ലാം പ്രശംസിക്കാൻ, ജഡത്തിൽ പ്രശംസിക്കാൻ മറ്റാരെക്കാളും കൂടുതലൊന്നും ഫിലിപ്പി ലേഖനത്തിൽ പറയുന്നുണ്ട്. എല്ലാം പദവികളും പാരമ്പര്യങ്ങളും എല്ലാം നോക്കിയാൽ ഒത്തിരിയുണ്ട്. പക്ഷെ അതെല്ലാം ചപ്പൊന്നും ചവറൊന്നും എണ്ണി ക്രൂശിലല്ലാതെ പ്രശംസിക്കാനിടവരുത്. ക്രൂശിലാണ് യേശുവിൻ്റെ എനിക്ക് രക്ഷകനായി മാറിയത്. ക്രൂശിലവൻ എൻ്റെ പാപങ്ങളെ ചുമന്നൊഴിച്ചു, പാപിയായി എന്നെ വീണ്ടെടുത്തു. മറിച്ച് എനിക്കുണ്ടായിരുന്നെല്ലാം നിത്യനാശത്തിലേക്ക് പോകേണ്ടതായിരുന്നു. എന്നാൽ അതിൽ നിന്നെല്ലാം അവൻ എന്നെ വലിച്ചെടുത്ത് എന്നെ ആ നിത്യജീവൻ ഓഹരിക്കാരനാക്കി തീർത്തു. അതുകൊണ്ട് ആ ക്രൂശിലല്ലാതെ പ്രശംസിക്കാൻ ഇടവരരുത് എന്ന് പ്രാർത്ഥിക്കും. ഇവിടെ പറയുക, ഡംബം കാട്ടരുത് ഡംബികളോട് കൊമ്പ് ഉയർത്ത് ദുഷ്ടന്മാരോട് നീ പറയുന്നു. നിങ്ങൾ കൊമ്പ് മേലോട്ട് ഉയർത്തരുത്, ശാഠ്യത്തോടെ സംസാരിക്കുമരുത്. കിഴക്ക് നിന്നല്ല പടിഞ്ഞാറ് നിന്നല്ല തെക്കു നിന്നുമല്ല ഉയർച്ച വരുന്നത്. ദൈവം ന്യായാധിപതിയാകുന്നു, അവൻ ഒരുത്തിനെ താഴ്ത്തുകയും മറ്റൊരുത്തിനെ ഉയർത്തുകയും ചെയ്യുന്നു. ഇവിടെ ഒരു ചെറിയൊരു ചിന്ത, അത് വിശദമായിട്ട് പറയാൻ പറ്റില്ല. അത് പിന്നെ കിഴക്കിൽ നിന്നല്ല പടിഞ്ഞാറ് നിന്നല്ല തെക്കിൽ നിന്നുമല്ല ഉയർച്ച വരുന്നതെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഒരു ദിക്കിനെ കുറിച്ച് വടക്ക് നിന്ന് പറയുന്നു. ദൈവം വടക്കാണെന്നാണ് പറയുന്നത്. യോവൻ്റെ പുസ്തകത്തിലൊക്കെ ഞാൻ പടിഞ്ഞാറോട്ട് ചെന്നു അവനെ കണ്ടില്ല, കിഴക്കോട്ട് ചെന്നില്ല കണ്ടില്ല, തെക്കോട്ട് ചെന്ന് നോക്കി, വടക്കവൻ പ്രവർത്തിക്കുകയെന്ന് പറയുന്നത്. അപ്പോൾ വടക്ക് ദൈവത്തിൻ്റെ എന്ന് പറഞ്ഞാൽ ഞാൻ ഉത്തര ദിക്കിന്മേൽ കയറുമെന്നാണ് പിശാച് പറയുന്നത്. അവൻ എൻ്റെ സിംഹാസനം അവൻ്റെ സിംഹാസനത്തിന് മേലാക്കുമെന്ന് പിശാച് പറയുമ്പോൾ ദൈവത്തിൻ്റെ വാസസ്ഥലം ദൈവം വസിക്കുന്ന വടക്കുന്ന ഒരു ഇതുണ്ട്. നമ്മൾ കിഴക്കെന്നൊക്കെ പറയുമ്പോൾ വ്യത്യസ്തമായിട്ട് ബൈബിളിക്കലിൽ നോക്കുമ്പോൾ വടക്കെന്നുള്ളതാണ് ഒരു ഇത് പറയുന്നത്. വടക്കെന്ന് പറയുന്നത് നമുക്ക് ഭൂഗോളം എടുത്ത് നോക്കിയാൽ വടക്കെന്ന് പറയുമ്പോൾ മുകളിൽ നിന്നൊരു ചിന്ത വരും അല്ലേ. നമ്മൾ ഭൂഗോളം എടുത്തിട്ട് അതിൻ്റെ ഇത് അതിര് തിരിക്കുമ്പോൾ ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് രണ്ട് സൈഡിലേക്ക് വരും. നോർത്ത് ആൻഡ് സൗത്ത് അത് രണ്ട് മുകളിലും താഴത്തിലുമായിട്ട് വരും. അതിന് നോർത്ത് പോളാണ് മുകളിലായിട്ട് വരുന്നത്. അതായത് ഉയരത്തിലേക്കെന്ന് പറഞ്ഞു, ഉയരത്തിലേക്ക് നോക്കുക എന്നുള്ളതാണ്. കർത്താവ് സ്വർഗത്തിലേക്ക് കണ്ണുയർത്തി എന്ന് പറഞ്ഞാൽ ഉയരത്തിലേക്കാണ് നോക്കുന്നതെന്ന് പറയുന്നത്. അതിലവിടെ ആ ഒരു ചിന്ത അങ്ങനെയുണ്ട്. അതിനൊത്തിരി എക്സ്പ്ലനേഷൻസ് ബൈബിളിൽ പറയുന്നുണ്ട്. അതിലടുത്ത് പറയുകയാണ്, യഹോവയുടെ കയ്യിലൊരു പാനപാത്രമുണ്ട്, വീഞ്ഞു നിറയ്ക്കുന്നു, അത് മദ്യം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു, അവൻ അതിൽ നിന്ന് പകരുന്നു, ഭൂമിയിലെ സകല ദുഷ്ടന്മാരും അതിൻ്റെ മട്ട് വേട്ടിലിച്ചു കുടിക്കും, ഭൂമിയിൽ അതിൻ്റെ മട്ട് വലിച്ചു കുടിക്കും, ഞാനോ എന്നേക്കും പ്രസ്താവിക്കും, യാക്കോബിൻ്റെ ദൈവത്തിന് സ്തുതി പാടും. ഇവിടെ ഈ ഭാഗം എടുത്തിട്ട് ഒരു വൈദികനും
ഒരു കുറേ പേരും കൂടെ ചേർന്ന് ദൈവത്തെ പരിഹസിക്കുന്ന ഒരു കൂട്ടമായിട്ട്. അവർ വേലക്കാരെന്ന് പറയുന്നത്, അല്ല പഴയ നിയമത്തിലെ ദൈവത്തെ പരിഹസിക്കുന്നു, അങ്ങനെ പരിഹസിക്കുന്നു. അപ്പം ഇവിടെ വീഞ്ഞു കുടിക്കുന്നതിനെ ആ ഒരു പൂവത്തിൽ നിന്നാണ് തോന്നുന്നു, ആ പേര് പറയുന്നതിൽ ഇത് ഇല്ല, മനസ്സിലാക്കാൻ വേണ്ടിയാണ് പറയാ. ഇവിടെ പറയാണ് യഹോവയുടെ കയ്യിൽ ഒരു പാനപാത്രമുണ്ട്, ശരി, വീഞ്ഞു നിറയ്ക്കുന്നു, അത് മദ്യം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് പറയാം. അദ്ദേഹം പറയാം, എന്നിട്ട് പറയാം, അവൻ അതിൽ നിന്നും പകരുന്നു, ഭൂമിയിലെ ദുഷ്ടന്മാരും അതിൻ്റെ മട്ട് വലിച്ചു കുടിക്കും. അപ്പം മട്ട് ദുഷ്ടന്മാർ വലിച്ചു കുടിക്കും, ബാക്കി ആര് കുടിച്ചു എന്ന്. അപ്പോൾ നീതിമാന്മാർ കുടിച്ചു എന്നാണ് അദ്ദേഹം വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത്. ഇതുപോലെ ഒരു പോഷനുണ്ടോ? ദൈവവചനം അറിയാതെ ചുമ്മാ വെറുതെ അവന് ആ വ്യക്തിക്ക് അല്ലെങ്കിൽ അവർക്ക് മദ്യപാനം ചെയ്യണം, അതിനുവേണ്ടി വാക്യങ്ങൾ കൂട്ടിക്കളയുകയാണ്. ഇവിടെ വ്യക്തമായിട്ട് പറയും 6-ാമത്തെ വാക്യത്തിൽ ദൈവം, 7-ാമത്തെ വാക്യം, ദൈവം ന്യായാധിപതിയാകുന്നു. ഇത് ന്യായവിധിയുടെ പാനപാത്രമാണ്, അത് ദുഷ്ടന്മാർക്ക് പ്രതിഫലമാണ്, അത് കഷ്ടതകളും ദൈവക്രോധവും ഒക്കെയാണ് അതിനകത്ത് അണഞ്ഞിരിക്കുന്നത്. ആ ദുഷ്ടന്മാർ മട്ടൂരെയും വലിച്ചു കുടിക്കുന്നു പറയുന്നത്, വീഞ്ഞല്ല. എന്നാൽ ദൈവജനത്തിനുണ്ട് ഒരു പാനപാത്രം. എന്തുണ്ട്? 116-ാമത്തെ സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുകയാണ്, ഞാൻ രക്ഷയുടെ 13-ാമത്തെ വാക്യം, ഞാൻ രക്ഷയുടെ പാനപാത്രം എടുത്ത് യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കും. അതാ ദൈവമക്കൾക്കുള്ള രക്ഷയുടെ പാനപാത്രം. ഇത് ദുഷ്ടന്മാർക്കുള്ള ദൈവമാണ്. ദുഷ്ടന്മാർക്കുള്ള ക്രോധവും ദൈവത്തിൻ്റെ ശിക്ഷയൊക്കെയാണ് ഈ പാനപാത്രം നിറഞ്ഞിരിക്കുന്നത്. ആ ദുഷ്ടന്മാർ വലിച്ചു കുടിക്കുകയാണ് പറയുന്നത്. ഞാനോ എന്നേക്കും പ്രസ്താവിക്കും, യാക്കോബിൻ്റെ ദൈവത്തിന് സ്തുതി പാടും. ദുഷ്ടന്മാരുടെ കൊമ്പുകളൊക്കെ ഞാൻ മുറിച്ചു കളയും, നീതിമാന്മാരുടെ കൊമ്പുകൾ ഉയർന്നിരിക്കണ്ട. അവിടെയും ദുഷ്ടന്മാർക്ക് വരുന്ന ന്യായവിധിയാണ് വരുന്നത്. ദുഷ്ടന്മാർക്കുള്ള കൊമ്പുകളൊക്കെ ഞാൻ മുറിച്ചു കളയും, നീതിമാന്മാരുടെ കൊമ്പുകൾ ഉയർന്നിരിക്കും. മാത്രമല്ല, നീതിമാനെക്കുറിച്ച് പറയുമ്പോൾ, ഒരു വിശ്വാസിയെക്കുറിച്ച് പറയുമ്പോൾ അവനെ കൊമ്പായിട്ടാണ് കർത്താവ് യേശുക്രിസ്തു തന്നെ പറയുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 15-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ കർത്താവ് പറയുകയാണ്, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനുമാവുന്നു, എനിക്ക് ആൽക്കാലത്ത് കൊമ്പൊക്കെയും അവൻ നീക്കിക്കളയുന്നു, കായ്ക്കുന്നു. നമ്മൾ കൊമ്പുകളാണെന്നാണ് പറയുന്നത്. ഒരുത്തൻ എന്നിലും, അതായത് എന്നിൽ വസിക്കുകയും ഞാൻ നിങ്ങളിലും വസിക്കും. കൊമ്പിന് മുന്തിരികളിൽ വസിച്ചിട്ടല്ലാതെ ഫലം കായ്പാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് കഴിയുകയില്ല. ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. ഒരുത്തൻ എന്നിലും ഞാൻ അവനിൽ വസിക്കുന്നുവെങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. അപ്പം നമ്മൾ കൊമ്പാണ്, കർത്താവായ യേശുക്രിസ്തുവിൽ വസിക്കുന്ന കൊമ്പാണ്. മുന്തിരിവള്ളിയാകുന്ന യേശുക്രിസ്തുവിൽ വസിക്കുന്ന കൊമ്പാണ് നമ്മൾ. ആ കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ ഫലം കായ്ക്കാൻ കഴിയില്ല. അപ്പോൾ നമുക്ക് ക്രിസ്തു സാമീപ്യത്തിൽ ദൈവത്തിൽ വസിക്കുക എന്നുള്ളതാണ്. ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തുവിൽ വസിക്കുക, അവനിൽ വസിക്കുക, അവൻ നമ്മളിൽ വസിക്കും. അതായത് സമാഗമനം കൂടെ ആയിരുന്നു പറയുന്നത്, സമാഗമനം. നമ്മൾ ദൈവത്തിൽ വസിക്കുമ്പോൾ അവൻ നമ്മളിൽ വസിക്കുകയാണ്. അവൻ വചനം നമ്മളിൽ വസിക്കുമ്പോൾ ദൈവം വസിക്കുകയാണ്. കാരണം വചനം ദൈവമാണെന്ന് പറയും. അങ്ങനെ വസിച്ചുകൊണ്ട് ദൈവത്തിന് വേണ്ടി ഫലം കഴിക്കാനായിട്ട് സാധിക്കുന്ന അനുഗ്രഹം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആ ക്രിസ്തുവിൽ വസിക്കാനായിട്ട് സാധിക്കണം. ഇനി ഈ ചില പറയും മദ്യം കുടിക്കാം, അത് കുടിക്കാം, മദ്യപാന ദൈവരാജ അവകാശമാക്കുകയില്ല എന്ന് പറയുക. അപ്പോൾ ചില പറയും വീഞ്ഞ് കുറച്ച് കുടിച്ചുകൊണ്ട് വേണം. ഇതൊക്കെ സ്നേഹബന്ധത്തിൽ നിന്ന് വരുന്ന, ദൈവത്തുള്ള ബന്ധത്തിൽ നമുക്ക് എന്താണ് തീരുമാനിക്കാൻ പറ്റുന്നത്, അതിൽ നിന്ന് വരുന്നതാണ്. ആ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് നിറവും കൃപയൊക്കെ വന്ന് ഒന്നുമല്ല, അതൊന്നും മനുഷ്യർ വിട്ടുപോവുക. എത്രയോ മദ്യപാനികൾ വർഷങ്ങളായി അതിൻ്റെ അടിമകളായിരുന്നവർ ഒരു നിമിഷം കൊണ്ട് അതെല്ലാം മാറിപ്പോകുന്നവരുടെ ആ ദുശീലങ്ങളെല്ലാം മാറിപ്പോവുക. ക്രിസ്തുവിൻ്റെ ഹൃദയത്തിലേക്ക് വരുമ്പോൾ, പരിശുദ്ധാത്മാവ് വരുമ്പോൾ അവർക്ക് അസാധ്യമായതിനെ ദൈവം സാധിപ്പിക്കുക. പിന്നെ അവർക്ക് അതിനകത്തോടൊന്നും ഒരു താല്പര്യവും തോന്നുന്നില്ല. അതൊന്നും അവർ പഴയ കാലത്തെ അവരുടെ മതിപ്പിച്ചിരുന്ന ഒന്നും അവർക്ക് ഒരു പ്രശ്നമേ അല്ലാതായി തീർന്നിരിക്കുക. അതാണ് ദൈവത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ കൃപ. നമ്മളെ സമ്പൂർണ്ണമായ ദൈവസ്നേഹത്തെ നമുക്ക് അർപ്പിക്കും, നിർബന്ധത്താലല്ല. ആ സ്നേഹത്തിന് മുമ്പാകെ നമ്മളെ തന്നെ അർപ്പണം ചെയ്യുമാണ്. അപ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തെ അതിശയകരമായി നടത്തും, വിശുദ്ധിയിൽ നമ്മളെ നയിക്കും. ദൈവത്തിന് ഹിതകരമായ കാര്യങ്ങൾ പ്രവർത്തിപ്പാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. ദൈവ ഇഷ്ടം നമുക്ക് തിരിച്ചറിയാനും അത് ചെയ്യുവാനുമുള്ള കൃപ ദൈവം നമുക്ക് തരും. അതിനായി നമുക്ക് ദൈവങ്ങൾ സമർപ്പിക്കാം. സ്നേഹവാനായ ദൈവമേ, ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. അപ്പോൾ നിർബന്ധത്താലല്ല, മനസ്സോടെ അവിടുന്ന് ഞങ്ങൾക്ക് ചെയ്ത നന്മകളെ, സ്വന്തം പ്രാണൻ തന്ന്, ജീവൻ തന്ന്, രക്തം ചിന്തി ഞങ്ങളെ വിലയ്ക്ക് വാങ്ങിയ സ്നേഹത്തെ ഓർത്ത് സമ്പൂർണ്ണമായി ഞങ്ങൾ ആ സ്നേഹത്തിൽ വസിപ്പാൻ, സ്നേഹത്തിലെല്ലാം ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ ഞങ്ങൾ കൂടുതൽ ആന്തരിക ഉൾക്കാഴ്ചകൾ തരണമേ. നിന്റെ സാന്നിധ്യവും സാമീപ്യവും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ ജീവിതങ്ങളെ ധന്യമാക്കണമേ. തിരുവിഷ്ടപ്രകാരം ജീവിച്ച് തിരുനാമം മഹത്വപ്പെടുത്താനിടയാക്കി തീർക്കണമേ. എല്ലാ കൃപകൾക്കായും നന്മകൾക്കായും സ്തുതി തുടർന്ന് നയിക്കണമേ. മഹത്വത്തേക്ക് മാത്രം എന്ന് വന്നേക്ക് തന്നെ. ആമേൻ.
യേശുവേ നിന്റെ സ്നേഹം മാത്രമേ എന്റെ മാനസം തേടാവൂ. യേശുവേ നിന്റെ രൂപം മാത്രമേ എന്റെ കണ്ണുകൾ കാണാവൂ.